ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനത്തെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. മതങ്ങളാൽ നിബിഡമാണ് ഈ ലോകമെന്ന് പറയുന്നത്. വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പിന്തുടർച്ചകൾ, ആരാധനകൾ, വഴിപാടുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയൊക്കെ ഓരോ മതങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടാണ് നാം കാണുന്നത്. ഈ മതത്തിനെല്ലാം ഒരു സ്ഥാപകനുണ്ട്. നമ്മളവരെ മതസ്ഥാപകനെന്നോ നാം അവരെ വിളിക്കാറുണ്ട്. അവരെല്ലാവരും ഈ ലോകത്തിൽ, ഈ മതഗുരുക്കന്മാരെല്ലാവരും കാലത്തിൻ്റെ കറക്കത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ, അസ്തമിച്ചു പോകുവാൻ ഇടയായി. അവരുടെയൊക്കെ കല്ലറകൾ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ പുണ്യസ്ഥലങ്ങളായി, തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമാണെന്നും ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുമാണ് പലപ്പോഴും ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. ക്രിസ്തു ഒരു മതത്തിൻ്റെ സ്ഥാപകനുമല്ല. വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ മതത്തിനും മതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മതത്തിൽ ആളെ ചേർക്കുന്നതിനും ഏറ്റവും അധികമായിട്ട് എതിരു പറയുകയും വിമർശിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത് എന്ന് തിരുവചന പഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യനാക്കുന്നു എന്നാണ്. യേശു മതത്തിൻ്റെ പേർ പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്നവരെ, മതത്തിൻ്റെ പേര് പറഞ്ഞ് ആകർഷിക്കുന്നവരെ, മതത്തിലേക്ക് ആളുകളെ ചേർക്കുവാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് യേശു പറഞ്ഞ തൻ്റെ ഉപദേശ രൂപത്തിൽ വെളിപ്പെട്ടു വന്ന തൻ്റെ ആശയമാണ് നാം വായിച്ചത്. നാം ചിന്തിച്ചതുപോലെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. യേശു ക്രിസ്തു എന്നത് ഒരു മതത്തിൻ്റെ സ്ഥാപകനുമല്ല. കാരണം ഒരു മതം ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ മതത്തിന് മതത്തിൻ്റേതായിട്ടുള്ള കെട്ടുപാടുകളുണ്ട്. അവിടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. അത് തികച്ചും മാനുഷികമാണ്, അത് പാരമ്പര്യമാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും പാരമ്പര്യത്തെയോ മാനുഷികമായ അനുഷ്ഠാനങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഒരു സംഹിതയല്ല. അത് തികച്ചും ദൈവിക കൽപ്പനകളിൽ, തിരുവചനത്തിൽ അധിഷ്ഠിതമായ അനുസരണത്തിൻ്റെ മാർഗമാണ്. യേശു മതം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് യേശു ലോകത്തിൽ സ്ഥാപിച്ചത്?
യേശു സ്ഥാപിച്ചത് മതമല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു നല്ല മാർഗമാണ്, ഒരു നല്ല വഴിയാണ്. എന്താണ് ഈ വഴി എന്ന് പറയുന്നത്? ഈ മാർഗം അത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല. ഈ മാർഗം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള, ദൈവരാജ്യത്തേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള മാർഗം. അതാണ് യേശു ഈ ലോകത്തിൽ കാണിച്ചു കൊടുത്തത്. ആ മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തോട് എക്കാലത്തും തൻ്റെ പഠനങ്ങളിലൂടെ, തിരുവചനങ്ങളിലൂടെ ലോകത്തോട് പറയുവാൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ മറ്റ് മതങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഈ മാർഗം വ്യത്യസ്തമായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ മറ്റ് മതഗുരുക്കന്മാരിൽ നിന്നും യേശു ക്രിസ്തുവും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്? ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. ഈ മാർഗത്തിലൂടെ അനേകരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ നിത്യതയിലേക്കും ദൈവരാജ്യത്തിലേക്കും എത്തിക്കേണ്ടതിന് അതിന് വിലയായിട്ട് യേശുവിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവനാണ്. എങ്കിലും യേശു ക്രിസ്തുവിനെ മറ്റ് മതഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് തൻ്റെ ജീവനെ യേശു ക്രിസ്തു ഈ മാർഗത്തിനു വേണ്ടി, ഈ മാർഗത്തിലൂടെ എത്തുന്നവരെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കേണ്ടതിന് തൻ്റെ ജീവനെ യാഗമായി കൊടുക്കേണ്ടി വന്നു. എങ്കിലും യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് യേശു ഇന്നും ജീവിക്കുന്നു. ഇതാണ് മറ്റ് മതഗുരുക്കന്മാരിൽ നിന്നും യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. ഈ തുറന്നു കിടക്കുന്ന കല്ലറ വിളിച്ചു പറയുന്നത് യേശു അവിടെ ഇല്ല എന്നാണ്. യേശു മരണത്തെ ജയിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തർക്ക് ദർശനവും ആശ്വാസവും നൽകി അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളിലും, നഷ്ടങ്ങളിലും, തകർച്ചയുടെ നേരത്തും, എല്ലാവരും തള്ളിക്കളയുന്ന സമയത്തും, ഒറ്റപ്പെടലിൻ്റെ സമയത്തും അവരോട് കൂടെ ഇരുന്ന് അവർക്കാവശ്യമായ വിടുതലും ആശ്വാസവും നൽകി അവരോട് കൂടെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വസിക്കുന്നു. ഇത് എത്രയോ കോടി ജനങ്ങൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ സാക്ഷീകരിക്കുന്ന സത്യമാണ്. ഇതാണ് മറ്റ് മതഗുരുക്കന്മാരിൽ നിന്നും യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. അങ്ങനെ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു നമ്മുടെയൊക്കെ ഈ മുഴു ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് ഒരു യാഗബലിയായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. എങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്.
താങ്കൾക്കറിയുമോ, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തൻ്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളതാണ്. ദൈവസഭയുടെ ഭാവി പ്രത്യാശ മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ പുനരാഗമനത്തിലാണ്. ഈ പുനരാഗമന പ്രത്യാശയിലാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ജീവിത വൈതരണികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മെ ആത്മീയ ജീവിതത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്ന എല്ലാ ജഡികമായ ലോകപരമായ എല്ലാ മോഹങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം മുതൽ ഈ ഭൂമിയിലേക്കുള്ള തൻ്റെ മടങ്ങി വരവ് വരെയുള്ള സംഭവങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ദൈവം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം, യേശുക്രിസ്തുവിൻ്റെ വളർച്ച, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ഇങ്ങനെ ഈ പുനരാഗമനം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ദൈവം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയിലാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം കേട്ടുകഴിഞ്ഞു. ദൈവസഭ യേശുക്രിസ്തുവിൻ്റെ ഈ വരവിൻ്റെ വിവിധ ഘട്ടങ്ങളെ തരം തിരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് നാം പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യണം. ഇന്നിൻ്റെ ഏറ്റവും വലിയ തകർച്ചയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ദൈവസഭയിലുള്ളവർക്ക് പോലും കാര്യമായ പഠനങ്ങളില്ല. ഈ തലമുറയിൽ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉള്ളടക്കത്തെ കുറിക്കുന്ന എത്ര സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തലമുറ, ഈ തലമുറ കർത്താവിൻ്റെ വരവിൽ അവർക്ക് പ്രതീക്ഷയുണ്ടോ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവർക്ക് എന്തറിയാം? നാം ഒന്ന് പരിശോധിച്ചാൽ വേദനയോടെ നമുക്ക് പറയേണ്ടി വരും, വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ ഈ തലമുറയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്. ഒന്ന്, അത് പറയുവാൻ, അത് പഠിപ്പിക്കുവാൻ, അത് പഠിക്കുവാൻ പലപ്പോഴും നിയുക്തനാക്കപ്പെട്ട ദൈവസഭ എന്ന് അഭിമാനിക്കുന്ന ദൈവമക്കൾ തയ്യാറല്ല. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം അതാണ്. ആത്മീയ ജീവിതത്തിലെ സകല മൂല്യച്യുതികൾക്കും കാരണം അതാണ് എന്ന് തിരുവചനം ആസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുക്കത്തോടും തിടുക്കത്തോടും നാം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനു വേണ്ടി കാത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വരവുകൾ എടുക്കപ്പെടുമ്പോഴാണ് സഭയെക്കുറിച്ചുള്ള
പൂർണ്ണമായ ദൈവിക പ്ലാൻ നിവർത്തിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തുടർമാനമായിട്ടുള്ള ഈ പഠനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന യഥാർത്ഥ തിരുവചന വെളിപ്പാടിലേക്ക് തിരുവചനപ്രകാരം ഒരുങ്ങത്തക്കവണ്ണം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവിന് പ്രസാദമുള്ള യാഗമായി തീരുന്ന നിലയിലേക്ക് ജീവിക്കുവാൻ, ഒരുങ്ങുവാൻ, ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായ ഈ പഠനം നിശ്ചയമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഈ വചന പഠന ഭാഗങ്ങളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.